പണ്ട് പണ്ടൊരിടത്ത് ഒരു ചെറിയ കാട്ടിൽ ഒരു ഉറുമ്പും ഒരു പുൽച്ചാടിയും ഉണ്ടായിരുന്നു. ഉറുമ്പ് അധ്വാനശീലനായിരുന്നു. പുൽച്ചാടി മഹാ അലസനും. വസന്തകാലത്ത് പൂക്കൾ വിടർന്നു നിൽക്കുകയും ഇളം കാറ്റ് വീശുകയും ചെയ്ത ആ കാലത്ത് ഉറുമ്പ് വരാനിരിക്കുന്ന പഞ്ഞമാസത്തെ മുന്നിൽ കണ്ട് ധാന്യങ്ങളും മറ്റു ഭക്ഷണ സാധനങ്ങളും ശേഖരിക്കാൻ തുടങ്ങി. അല്പം ദൂരെ നിന്ന് പോലും തന്നെക്കാൾ 10 മടങ്ങ് ഭാരമുള്ള ആഹാരപദാർത്ഥങ്ങൾ പോലും പാവം ഉറുമ്പ് ചുമന്നുകൊണ്ടുവന്ന് തന്റെ കൂടിനകത്ത് ശേഖരിച്ചു വെച്ചു. ഇതേ സമയം അലസനായ പുൽച്ചാടി പാട്ടും പാടി നടന്ന് സമയമെല്ലാം പാഴാക്കി. അവൻ അധ്വാനിയായ ഉറുമ്പിനെ പരിഹസിച്ചുകൊണ്ടിരുന്നു. തിന്നും കുടിച്ചും ആസ്വദിക്കേണ്ട സമയം വെറുതെ ഭാരം ചുമന്ന് പാഴാക്കുന്നുവെന്ന് വരെ പറഞ്ഞു. ഉറുമ്പ് പുൽച്ചാടിയുടെ പരിഹാസം ഒന്നും വകവെച്ചില്ല. മറിച്ച് അവനോട് വരാനിരിക്കുന്ന ക്ഷാമകാലത്തെ ഭക്ഷ്യക്ഷാമത്തെ പറ്റിയും അതിനു വേണ്ട മുൻകരുതലുകളെക്കുറിച്ചും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. പുൽച്ചാടി അതൊന്നും ശ്രദ്ധിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി. വസന്തകാലം മെല്ലെ മാറി മാറിപ്പോയി. ക്ഷാമകാലം വന്നെത്തി. ജലത്തിനും ഭക്ഷണത്തിനും വളരെ ക്ഷാമമായി. പല ജീവികളും ഭക്ഷണമന്വേഷിച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി. ഉറുമ്പ് താൻ ശേഖരിച്ചു വച്ചിരുന്ന ധാന്യങ്ങളും മറ്റും കുറേശ്ശെയായി എടുത്ത് ഭക്ഷിച്ച് വിശപ്പടക്കി. ഉറുമ്പിന് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഞ്ഞമാസം വിശ്രമത്തിന്റെ നാളുകൾ കൂടിയായി. അതേസമയം വസന്തകാലത്ത് അലസനായി തുള്ളിച്ചാടി നടന്ന പുൽച്ചാടിക്ക് ഭക്ഷണത്തിന് വളരെ ബുദ്ധിമുട്ടായി. ആദ്യമൊക്കെ പിടിച്ചു നിന്നെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞതോടെ അവൻ ഭക്ഷണം കിട്ടാതെ അവശനായി. ഈ സമയം ഉറുമ്പ് മുൻപ് തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ ഓർത്തു. വെറുതെ ഓർത്തിട്ടെന്ത് കാര്യം? സുഭിക്ഷമായി ആഹാരമൊക്കെ കിട്ടിയപ്പോൾ സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഇന്ന് കഷ്ടപ്പെടാതെ ജീവിക്കാമായിരുന്നു. ദിവസങ്ങൾക്കകം പുൽച്ചാടി പട്ടിണി കിടന്ന് ചത്തുപോയി. ഒരുപാട് ഗുണപാഠങ്ങളുള്ള ഒരു ചെറിയ കഥയും പഴഞ്ചൊല്ലുമാണിത്. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കിപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. അന്നന്ന് പഠിക്കാനുള്ളത് അന്നന്ന് തന്നെ പഠിച്ചാൽ പരീക്ഷാകാലമാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ ഇപ്പോൾ അല്പം പരിശ്രമിച്ചാൽ ഭാവിയിൽ ജീവിതം സുരക്ഷിതമായിരിക്കും. അച്ഛനും അമ്മയും പഠിക്കാൻ നിർബന്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അത് നമ്മുടെ ഭാവി ജീവിതം സുരക്ഷിതവും സന്തുഷ്ടവുമാക്കാൻ വേണ്ടിയാണ്. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കായ് 10 തിന്നാം.